Hi students, welcome to X and Y NSMC classes. അപ്പോൾ നമ്മൾ ഇന്ന് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിലെ ഫിസിക്സിലെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ അതുപോലെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ന്യൂമറിക്കൽ ഹെവി അല്ലാത്തൊരു ചാപ്റ്റർ ആണ്. കൂടുതലും തിയറീസ് ആണ്, അല്ലെങ്കിൽ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ, ഓക്കെ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ്. ന്യൂമറിക്കൽ ഇല്ല എന്നല്ല, അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ മോർ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, ഓക്കെ അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഈ ഡയറക്ഷൻ ഒക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: എ കോൺസ്റ്റന്റ് കറന്റ് ഫ്ലോയിങ് ഇൻ എ ഹൊറിസോണ്ടൽ വയർ in the plane of the paper from east to west is shown in the figure. The direction of magnetic field at a point will be from north to south. Okay, അതായത് നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എവിടെയായിരിക്കും നോർത്ത് ടു സൗത്ത് കറണ്ട്, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള പോയിന്റ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. നിങ്ങൾ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് തമ്പ് പിടിക്കുക. ഓക്കെ, എന്റെ മിറർ ഇമേജിൽ ഞാൻ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക, നിങ്ങൾ കാണുന്നത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ടായിരിക്കും. പക്ഷേ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് നിങ്ങൾ പിടിക്കാം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ട് പിടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെയാ പോകുന്നത്. ഓക്കെ, ഈ പ്ലെയിൻ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ, ഇതിന്റെ മുകളിലെ ഇൻടു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ബി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, പിന്നെയോ മുകളിലൂടെ ഇങ്ങനെ ആ പ്ലെയിനിലൂടെ കാർന്ന് പോയിട്ട് തിരിച്ച് ഔട്ട്വേർഡ് ദ പ്ലെയിൻ ആണ് പിന്നീട് വരിക. ഓക്കെ, എങ്ങനെയാണ് ഡയറക്ഷൻ? ഇതാണ് പ്ലെയിൻ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എന്ത് കറണ്ട് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഞാനത് ഇങ്ങനെ പിടിച്ചാല് പ്ലെയിനിനെ ഇങ്ങനെ തുരന്ന് പോയിട്ട് താഴെ കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഇൻടു ദ പ്ലെയിനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ടുവാർഡ്സ് യു അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഡോട്ട് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം നോക്കാം, എവിടെയാണ് നോർത്ത് നിന്ന് സൗത്തിലോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരാൻ ചാൻസ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഡയറക്ട്ലി എബോവ് ദ വയർ, directly below the wire, at a point located in the plane of the paper on north side of the wire. Okay, first of all at a paper ഉണ്ടാവില്ല, കാരണം പേപ്പറിലുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് ദ പ്ലെയിനും ടുവാർഡ്സ് യു അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിനും ആണ്. അപ്പോ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് നോർത്ത് നിന്ന് സൗത്തിലോട്ട് പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇനി ഡയറക്ട്ലി എബോവ് ദ പ്ലെയിൻ അല്ലെങ്കിൽ ഡയറക്ട്ലി എബോവ് ദ വയർ, അത് നമുക്ക് നോക്കാം. ഡയറക്ട്ലി എബോവ് ദ വയർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് അല്ലെ, ഇങ്ങനെയാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ എബോവ് ദ പ്ലെയിനുള്ള പോയിന്റിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഓക്കെ ആ സൈഡിൽ എങ്ങോട്ടായിരിക്കും? നമ്മുടെ കണ്ടക്ടറിന്റെ ആ സൈഡിൽ നോർത്ത് നിന്ന് സൗത്തിലോട്ടായിരിക്കും. ഓക്കെ, സോ ആക്ച്വലി ഇവിടെയുള്ള ഒരു പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് നിന്ന് സൗത്തിലോട്ടായിരിക്കും. ഓക്കെ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ തംബ് റൂൾ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ. ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസ് ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ നോർത്തും സൗത്തും കണ്ടുപിടിക്കാനും നമുക്ക് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ യൂസ് ചെയ്യാം. എസ്പാകെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 2 പ്രാവശ്യം എടുത്തത് കട്ട് ചെയ്യണം, ഈ ഒരു ടൈം എടുക്കുന്നതാണ് എടുക്കുന്നത്. ഓക്കെ, യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ന്യൂമറിക്കൽ ആണെന്ന് തോന്നുന്നു. A square coil of side 20 cm is placed in a uniform magnetic field of 0.5 Tesla. Okay, the plane of coil makes an angle of 60 degree with the magnetic field. Okay, എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഏരിയ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു സ്ക്വയർ ആണ്, അതിന്റെ സൈഡ് തന്നിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ ഈ കോയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ കോയിൽ വെച്ചിട്ടുള്ളത് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 0.5 ടെസ്ല. ഓക്കെ, ഇനിയോ
ഈ മാഗ്നറ്റിക് ഫീൽഡ് ദ പ്ലെയിൻ ഓഫ് കോയിൽ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഓക്കെ, പ്ലെയിൻ ഓഫ് ആംഗിളും അല്ലെങ്കിൽ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. ഓക്കെ, നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, ബി മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഈ പ്ലെയിനും തമ്മിലുള്ള ആംഗിളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ബി എ കോസ് തീറ്റ, ബി മാഗ്നറ്റിക് ഫീൽഡ്, എ ഏരിയ, കോസ് തീറ്റയിലെ തീറ്റ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീറ്റ എന്ന് പറയുന്നത് ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, അതായത് നമ്മളിവിടെ ഏരിയക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഏരിയക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇതിനെയാണ് ഏരിയൽ വെക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടുത്തെ തീറ്റ. ദാറ്റ് വിൽ ബി 30 ഡിഗ്രി ഹിയർ. ഓക്കെ, അപ്പൊ ആ കോസ് തീറ്റയിൽ തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആൻസറിലോട്ട് പോകാം. ബി എ കോസ് തീറ്റ, വാട്ട് ഈസ് ബി ഹിയർ? ബി നമുക്ക് 0.5 അല്ലെങ്കിൽ 1/2 തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 20 സെന്റിമീറ്റർ സൈഡിലുള്ള സ്ക്വയർ ആണ്. ഓക്കെ, സോ 20 × 20 × 10⁻⁻⁴. ഓക്കെ, 20 × 20 സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും. അതായത് മീറ്റർ സ്ക്വയറിലോട്ട് 10⁻⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, കോസ് 30. ഓക്കെ, കോസ് 30. ഓക്കെ, സോ ഈ 2 × 2 കട്ടായി പോകും. എത്ര വരാം? 200 × 10⁻⁴, which means 2 × 10⁻². cos 33 ആണ്, √3/2. സോ ഇയാളും കട്ടായി പോകും. √3 1.73 ആണ് അല്ലെ, 1.73 ആണ്. × 10⁻², 0.017 വെബർ എന്നായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ശ്രദ്ധിച്ചോ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു പെർട്ടിക്കുലർ കോയിൽ വെച്ചിട്ടുണ്ട്, ആ കോയിലിന്റെ ഏരിയയും തന്നിട്ടുണ്ട്. എന്നിട്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ബി എ കോസ് തീറ്റയാണ്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആ തീറ്റ എന്ന് പറയുന്നത് പ്ലെയിനും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അല്ല, ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. ഏരിയൽ വെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ മതി. അതാണ് ഏരിയൽ വെക്ടറിന്റെ ഡയറക്ഷൻ. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ 0.173 ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ, സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എ റെക്ടാങ്കുലർ കോയിൽ ഓഫ് ഡയമെൻഷൻ 40 cm × 25 cm is placed in a uniform magnetic field of 0.5 Tesla. The magnetic flux through the coil is 2 × 10⁻² Weber. The angle between the magnetic field and the normal to the coil is. Okay, അപ്പോൾ ഇവിടെ കറക്റ്റ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നോർമൽ ടു ദ കോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തീറ്റയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലാക്കിക്കോ. 5 is equal to ബി എ കോസ് തീറ്റയാണ്. 5 is equal to ബി എ കോസ് തീറ്റയാണ്. ഓക്കെ, അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് തീറ്റയാണ്. ഓക്കെ, നോർമൽ പ്ലെയിന് നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് കോസ് തീറ്റ is equal to 5/b എന്ന് എഴുതാം. ഓക്കെ, 5 അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ എത്രയാണ്? 2 × 10⁻². ഓക്കെ, പിന്നെയോ മാഗ്നറ്റിക് ഫീൽഡ് 0.4. ഓക്കെ, പിന്നെയോ ഏരിയ എത്രയാണ്? 40 × 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ അതിനെ മീറ്റർ സ്ക്വയർ 10⁻². ഓക്കെ, അപ്പോൾ 4 × 25 100 ആണ്. ഓക്കെ, 100 × 10⁻⁴ 10⁻² ആണ്. ഓക്കെ, 100 × 10⁻⁴ 10⁻² ആണ്. ആ 10⁻² മുകളിലത്തെ 10⁻² കട്ടായി പോകും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2/4 which is 1/2. അപ്പൊ ആരുടെ ആംഗിൾ ആണ് 1/2 അല്ലെങ്കിൽ ആരുടെ കോസ് ആണ് 1/2? That is 30 degree. Cos of 60 is equal to 1/2. So option C ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? 5 is equal to ബി എ കോസ് തീറ്റ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തീറ്റയാണ്. സോ കോസ് തീറ്റ is equal to 5/b എന്ന് ഞാൻ എഴുതി. ഓക്കെ, 5 given ആണ്, വെബർ SI യൂണിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ ബി 0.4 ടെസ്ല, SI യൂണിറ്റ് ആണ് ടെസ്ല, ഇൻറ്റു 40 × 25 × 10⁻⁴. ഓക്കെ, അതെന്താണ്? ഏരിയ ആണ്, ഞാനത് കൺവേർട്ട് ചെയ്താണ്. ഓക്കെ, പിന്നെ കാൽക്കുലേഷൻ ആണ് 4 × 25 അത് 100 ആവും. ഓക്കെ, 100 × 10⁻⁴
10 സ്ക്വയർ ഇൻറ്റു 10⁻⁻4 10⁻², ആണ്. ആ 10⁻², മുകളിലുള്ള 10⁻², കട്ടായി പോകും. ഓക്കെ, ബാക്കിയുള്ളത് 2 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു 10. സോ 0.4 ഇൻറ്റു 10 ഞാൻ 4 എന്ന് എഴുതി, 2 അതുപോലെ എഴുതി. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, അപ്പൊ ഏതോ ഒരു ആംഗിളിന്റെ കോസ് വാല്യൂ ആണ് 1/2. അത് ഏത് ആംഗിളാ? അത് 30 ആണ്, അല്ല സോറി 60 ആണ്. ഓക്കെ, cos 60 ആണ് 1/2. ഓക്കെ, cos 30 √3/2. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോകുന്നു. ഓക്കെ, സോ യെസ്, ബി എ കോസ് തീറ്റ ഇവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, phi is equal to BA cos theta. അതിൽ ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഏരിയ അല്ലെങ്കിൽ ഏരിയൽ വെക്ടർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. കോസ് തീറ്റയിലെ തീറ്റ എന്ന് പറയുന്നത് ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The magnetic flux through a coil of 50 turns changes from 0.02 Weber to 0.06 Weber in 0.1 second. The magnitude of induced EMF is. EMI റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫാരഡേസ് ലോ ഉണ്ട് അല്ലെ? ഫാരഡേസ് ലോ. എന്താ ഫാരഡേസ് ലോ പറയുന്നത്? EMF is equal to N into d∅/dt. അതായത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. ഫ്ലക്സ് ചേഞ്ചിന് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ചേഞ്ചിന്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താ? എത്രയും പെട്ടെന്ന് ഒരു കോയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നോ അത്രയും കൂടുതൽ EMF ഇൻഡ്യൂസ് ആകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ N പ്രൊപ്പോർഷണൽ ടു d∅. ഓക്കെ, N പ്രൊപ്പോർഷണൽ ടു 1/time. അതായത് പെട്ടെന്നാക്കിയാൽ കൂടുതൽ കറണ്ട്. ഓക്കെ, സോ N പ്രൊപ്പോർഷണൽ ടു d∅, N പ്രൊപ്പോർഷണൽ ടു 1/t. അതുപോലെയാണ് N പ്രൊപ്പോർഷണൽ ടു N. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എഴുതിയ ഒരു ഇക്വേഷൻ ആണ് N is equal to d∅/dt. d∅dt നിങ്ങൾ പേടിക്കേണ്ട, അത് ഡിഫറൻസിയേഷൻ ആണ്. വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാനുള്ള. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് പ്രൊപ്പോർഷണലാണ് ആര്? ഇൻഡ്യൂസ്ഡ് EMF. എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്ലക്സിന് വലിയ ഫ്ലക്സ് അല്ലെങ്കിൽ വലിയ ഫ്ലക്സിന് ചെറിയ ഫ്ലക്സ് ആയാൽ ഫ്ലക്സ് ചേഞ്ച് കൂടിയാൽ കൂടുതൽ EMF ഉണ്ടാവും. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആക്സിലറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ചേഞ്ച് ആണ് ആര്? EMF. ഓക്കെ, ഇൻറ്റു നമ്പർ ഓഫ് കോയിൽസും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കാം, ചോദ്യം എന്താണ്? The magnetic flux through a coil of 50 turns changes from 0.02 Weber to 0.06 Weber in 0.1 second. The magnitude of induced EMF. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ എഴുതുക, E is equal to induced EMF is equal to N into d∅/dt. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ് ആണ്, അത് ഇവിടെ തന്നിട്ടുണ്ട് 50 ടേൺസ്. d∅ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ആ ഫ്ലക്സിൽ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട്, അത് നല്ലോണം ചേഞ്ച് വന്നാൽ നല്ല EMF, ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ EMF ഉണ്ടാവും. ഓക്കെ, സോ 0.062 അല്ലെങ്കിൽ 0.02 to 0.06 ആണ്. അപ്പോൾ ചേഞ്ച് എത്രയാ? 0.06 മൈനസ് 0.02 ഡിവൈഡഡ് ബൈ ടൈം 0.1. ഓക്കെ, സോ 50 into 0.06 minus 0.02 എത്രയാ? 0.04 ഡിവൈഡഡ് ബൈ 0.1. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. 0.4 into 5. 0.4 into 5 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ് ബൈ 0.1 0.2 ആണ് അല്ലേ? 0.2 സോറി 2 ഡിവൈഡ് ബൈ 0.1 20 അല്ലേ? 20 വോൾട്ട്. കറക്റ്റ് അല്ലേ? 0.06 മൈനസ് 0.02 എന്ന് പറഞ്ഞാൽ 0.04 ആണ്. 0.04 into 50 0.4 into 5 2. ഓക്കെ, 2 by 0.1 20 വോൾട്ട് ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട് പോകുന്നു. A coil of 100 turns and a total resistance of 4 ohm experience a flux change of 0.008 Weber per turn in 0.2 seconds. The induced current in the coil is. Okay, കോയിലിലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ് ചോദിച്ചത്. ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്താണ്? N into d∅/dt. നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇൻഡ്യൂസ്ഡ് EMF കണ്ടു നോക്കാം. N എത്രയാണ്? 100 ടേൺസ് ആണ്. d∅ എത്രയാണ്? d∅ ഫ്ലക്സ് ചേഞ്ച് ഓഫ് 0.008, അതായത് 8 into 10⁻³ ആണ് ഫ്ലക്സ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം 0.2 സെക്കൻഡ്, അതായത് 2 into 10⁻⁻1 എന്ന് എഴുതി. ഓക്കെ, ഞാൻ എല്ലാം പവറിലോട്ട് മാറ്റാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ നോക്കാം, ഈ 100ന്റെ 10 സ്ക്വയറും
10⁻³ ന്റെ 10⁻⁻1 ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ആ 10⁻⁻1 താഴെ 10⁻⁻1 അത് കട്ടായി പോകും. അപ്പോൾ എന്തുണ്ടാവും, ബാക്കി 8/2 ഉണ്ടാവും, വിച്ച് മീൻസ് 4 വോൾട്ട് ആണ് ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കിട്ടി. ഇനി നമ്മൾ I = V/R യൂസ് ചെയ്യാം. V എത്രയാണ്, 4 വോൾട്ട് ഡിവൈഡഡ് ബൈ R നമുക്ക് തന്നിട്ടുണ്ട് 4 ഓം. സോ വിച്ച് മീൻസ് 1 ആംപിയർ കറണ്ട് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്തത്, നമ്മൾ ആദ്യം ഇൻഡ്യൂസ്ഡ് EMF കണ്ടു. അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ഫ്ലക്സ് തന്നിട്ടുണ്ട്, പിന്നെയോ 0.2 സെക്കൻഡ് ടൈം തന്നിട്ടുണ്ട്, 0.2 സെക്കൻഡ് ആണെന്നുള്ളത്. ഓക്കെ, പിന്നെയോ ബാക്കി റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ EMF ബൈ റെസിസ്റ്റൻസ് നമുക്ക് ചെയ്താൽ കറണ്ട് കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ എല്ലാം കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 8 × 10⁻³ ഡിവൈഡഡ് ബൈ 2 × 10⁻⁻1. സോ 8/2. അപ്പോൾ ഈ 10⁻⁻1 മുകളിൽ വന്നാൽ 10⁻³ ആകും. 10⁻³ 10⁻⁻3 കട്ടായി പോകും. 8/2 4 ആകും. 4/4 1 ആംപിയർ കറണ്ട്. ഓക്കെ, യെസ്. N × dφ/dt ഇതാണ് നമ്മളെ ഇൻഡ്യൂസ്ഡ് EMFന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഫാരഡേസ് ലോ. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. In a moving coil loudspeaker, an audio frequency alternating current passes through a coil attached to a cone placed in a magnetic field. The cone vibrates because. Okay, ഒന്നുമില്ല, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ പറ്റിയുള്ള ചോദ്യമാണ്. അത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്? അതിനൊരു വോയിസ് കോയിൽ ഉണ്ട് അല്ലെ, വോയിസ് കോയിൽ ഉണ്ട്. ആ വോയിസ് കോയിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ചുറ്റി കിടക്കുന്നതാണ് നമ്മുടെ വോയിസ് കോയിൽ. ഓക്കെ, പിന്നീട് നമ്മൾ ആ വോയിസ് കോയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഡയഫ്രത്തിലോട്ടാണ്, അല്ലെങ്കിൽ ഒരു പേപ്പർ കോണിലോട്ടാണ്. ഓക്കെ, അപ്പൊ ആ പേപ്പർ കോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡയഫ്രം അല്ലെങ്കിൽ ആ പേപ്പർ കോൺ എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്? അത് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് പേപ്പർ കോയിൽ വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ നല്ലോണം വൈബ്രേറ്റ് ചെയ്താൽ പേപ്പർ കോൺ നല്ലോണം വൈബ്രേറ്റ് ചെയ്യും. മെല്ലെയാണ് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേപ്പർ കോൺ മെല്ലെ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഇനി വോയിസ് കോയിൽ എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്? അതൊരു കണ്ടക്ടർ ആണ് വോയിസ് കോയിൽ. വോയിസ് കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന്റെ മേലെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അതിന്റെ മേലെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് റൂൾ, ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ആണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അതിനൊന്നും ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ വർക്ക് ചെയ്തെന്ന് മനസ്സിലാക്കുക. നമ്മളൊരു വോയിസ് സിഗ്നൽ കൊടുക്കുമ്പോൾ വോയിസ് സിഗ്നൽ ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റും. ഈ ഇലക്ട്രിക് സിഗ്നൽ ആണ് വോയിസ് കോയിലൂടെ പോകുന്നത്. അപ്പൊ ഈ വോയിസ് കോയിലെ സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. വോയിസ് സിഗ്നൽ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽ കൂടുകയും കുറയുകയും ചെയ്യും. അതിനനുസരിച്ച് ഇതിന്റെ മേലുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് മാറിയാൽ ഡയഫ്രം അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. വോയിസ് സിഗ്നൽസിനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഇയാളെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൂടുകയും കുറയുകയും ചെയ്താൽ അതിനനുസരിച്ച് അവിടുത്തെ മെക്കാനിക്കൽ എനർജി ഈ വൈബ്രേഷനും വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ദ കോയിൽ ഇസ് ഓൾട്ടർനേറ്റീവ്ലി മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഡിമാഗ്നറ്റൈസ്ഡ് ആണോ? അല്ല. ഓക്കെ, അടുത്തത് ദ ഫോഴ്സ് ഓൺ ദ കോയിൽ റിവേഴ്സസ് ഡയറക്ഷൻ ആസ് ദ കറന്റ് ഓൾട്ടർനേറ്റ്സ് പുഷിംഗ് ദ കോൺ ബാക്ക് ആൻഡ് ഫോർത്ത്. വെരി ഗുഡ്, അതാണ് ആൻസർ അല്ലെ. വോയിസ് കോയിലോട്ട് കറണ്ട് വരുന്നു. ആ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇയാളെ വൈബ്രേറ്റ് ചെയ്യും. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ആ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും. കൂടിയാൽ നല്ല വൈബ്രേഷൻ നടക്കും, കുറഞ്ഞാൽ ചെറിയ വൈബ്രേഷൻ നടക്കും. അതിനനുസരിച്ചാണ് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുക. അതിനനുസരിച്ചാണ് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുക. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്തൊരു നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. ഈവൻ NSMC ഓക്കെ, പിന്നെയോ അതുപോലെ നീറ്റ് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. നീറ്റിന് ജെയ്ക്കൊക്കെ വരെ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ Q? ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ പോസിറ്റീവ്ലി ചാർജിന്റെ പാർട്ടിക്കിളിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചത്. നമുക്കറിയാം, നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന്റെ മേലെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്കറിയാം അല്ലെ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ആര് തന്നിട്ടുണ്ട്? പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ തന്നാൽ ആ ഡയറക്ഷൻ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കാം. ഓക്കെ, കറണ്ട് ഡയറക്ഷൻ.
പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അതൊരു ഡോട്ട് ഫീൽഡ് ആണ് എന്ന് പറഞ്ഞാൽ ടുവാർഡ്സ് യു. ഓക്കെ, പ്ലെയിനിൽ നിന്ന് നിങ്ങളെ നേരെയാണ് ഇയാൾ വരുന്നത്. ക്രോസ് ഫീൽഡ് ആണെങ്കിൽ ക്രോസ് ഫീൽഡ് ഇതാണെന്നുണ്ടെങ്കിൽ ടുവാർഡ്സ് ദ പ്ലെയിൻ. ഡോട്ട് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ടുവാർഡ്സ് യു. നമുക്ക് നേരെയാണ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നത്. ഓക്കെ, സോ ഇൻഡെക്സ് ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടുവിരല് നിങ്ങൾക്ക് നേരെ പിടിക്കാം. ഓക്കെ, കറണ്ടോ? കറണ്ട് ഇതാ മുകളിലോട്ടാണ്. കാരണം ഞാൻ പറഞ്ഞു പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷനാണ് കറണ്ട് എടുക്കേണ്ടത്. ഓക്കെ, എങ്ങോട്ടാണ് നിങ്ങളുടെ തമ്പ് വരുന്നത്? തമ്പ് വരുന്നത് റൈറ്റിലോട്ടായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിയാൽ ഞാൻ ലെഫ്റ്റിലോട്ട് പിടിക്കുന്ന പോലെ ആയിരിക്കും തോന്നുക, കാരണം ഇത് മിറർ ഇമേജ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് ദ ഫോഴ്സ് ടുവാർഡ്സ് റൈറ്റ്. ഓക്കെ, എങ്ങനെ പിടിക്കേണ്ടത്? പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ നമ്മളെ കറണ്ടിന്റെ ഈ മിഡിൽ ഫിംഗർ പിടിക്കാം. ഓക്കെ, പിന്നീട് ആരെയുള്ളത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ടുവാർഡ്സ് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ചാർജിന്റെ ഡയറക്ഷനിൽ നമ്മൾ മിഡിൽ ഫിംഗർ പിടിക്കുന്നത്. അത് ഇലക്ട്രോണോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ആർമേച്ചർ ഓഫ് ആൻ AC generator rotates at 1200 revolutions per minute. AC ജനറേറ്ററിന്റെ ക്വസ്റ്റ്യൻ. The frequency of alternating EMF produced is. ഓക്കെ, അതായത് ഓൾട്ടർനേറ്റിംഗ് ജനറേറ്റർ അല്ലെങ്കിൽ AC ജനറേറ്റർ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ, നിങ്ങൾക്കറിയാം ഇയാൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് നടക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കിട്ടുന്നത്. ഓക്കെ, ഒരു 2 പ്രാവശ്യം ഇയാളുടെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഓക്കെ, അതായത് പോസിറ്റീവ് ഡയറക്ഷൻ ഉണ്ട്, നെഗറ്റീവ് ഡയറക്ഷൻ ഉണ്ട്, ഒരു സൈക്കിൾ തന്നെ, ഒരു ഹെഡ്സിൽ തന്നെ. ഓക്കെ, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഹെഡ്സ് അല്ലെങ്കിൽ ഒരു സൈക്കിളാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഇയാളെ 10 റൊട്ടേഷൻ നടത്തിയാലേ അവിടെ കിട്ടുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 ഹെഡ്സ് ആയിരിക്കും. ഓക്കെ, 1 സെക്കൻഡിൽ ഇയാൾ 100 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താലോ അപ്പൊ കിട്ടുന്ന കറണ്ട് ഫ്രീക്വൻസി 100 ഹെഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനോട് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ ആർമേച്ചർ ഓഫ് ആൻ AC generator rotates 1200 revolutions per minute. ഒരു മിനിറ്റിൽ ഇയാള് 1200 അല്ലെങ്കിൽ 1200 റെവല്യൂഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ നടക്കും? 1200. 1200 ഡിവൈഡഡ് ബൈ 60. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്സ് ആണ്. സോ 20 റെവല്യൂഷൻസ് ആണ് നടത്തുക, വിച്ച് മീൻസ് 20 ഹെഡ്സ് കറണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സിമ്പിൾ ആണ് കാര്യം. AC ജനറേറ്റർ 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കുക, അത്രയും ഹെഡ്സ് കറണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിന്റെ ഡബിൾ ആയിരിക്കും നമ്മുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന നമ്പർ. ഓക്കെ, അതായത് 20 ഹെഡ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ 1 സെക്കൻഡിൽ ഇങ്ങനത്തെ 20 സൈക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതായത് 40 ടൈംസ് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ആൻ AC generator, the output current reverses directly every half rotation. At which position of the rotating coil is the induced EMF maximum? നമുക്കറിയാം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓരോ ഹാഫ് റൊട്ടേഷനും കറണ്ട് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ ഈ ആർമേച്ചറൊക്കെ എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ ആർമേച്ചറൊക്കെ എടുക്കുമ്പോഴാണ്, ഏത് പൊസിഷനിൽ ആർമേച്ചറൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം കറണ്ട് കിട്ടുക എന്നാണ്? പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഓക്കെ, when the coil's plane is parallel to the field. ഓക്കെ, coil cutting field lines fastest. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാരലൽ ആയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ലൈൻസ് കട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴായിരിക്കും മാക്സിമം കറണ്ട്, മാക്സിമം EMF പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, a rectangular coil of copper wires is rotated in a magnetic field. The direction of the induced current changes once in each 2 revolutions, 1 revolutions, half revolutions, 1/4 revolutions. ഞാൻ പറഞ്ഞു half revolutions ആണ് അല്ലേ? Rectangular coil copper wires is rotated in a magnetic field. The direction of the induced current changes once in each. അതായത് ഹാഫ് റെവല്യൂഷൻ കഴിയുമ്പോഴാണ് നമ്മളെ ഡയറക്ഷൻ മാറുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് AC ജനറേറ്ററും DC ജനറേറ്ററും നന്നായിട്ട് വായിച്ചിട്ട് പോകണം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് അറിഞ്ഞിട്ട് പോകണം. ഓക്കെ, അപ്പോൾ AC ജനറേറ്റർ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്പ്ലിറ്റ് റിങ്ങും അതുപോലെ ബ്രഷ് നമ്മളുടെ ആ കോണ്ടാക്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന കറണ്ടിന്റെ ഡയറക്ഷനും മാറിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ DC ജനറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും?
ഈ റിങ്ങും ബ്രഷും തമ്മിലുള്ള ഡയറക്ഷൻ ഓരോ ഹാഫ് റൊട്ടേഷനും മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചേഞ്ച് ചെയ്ത ഡയറക്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത കറണ്ടിന്റെ ഡയറക്ഷൻ വീണ്ടും നമ്മളെ മാറ്റുന്നതാണ് ഡി സി ജനറേറ്ററിൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഡി സി ജനറേറ്ററിൽ കോൺസ്റ്റന്റ് എങ്ങനെ ഡി സി ജനറേറ്ററിൽ കണ്ടതാ കോൺസ്റ്റന്റ് ഡയറക്ഷനിലുള്ള കറണ്ടാണ് കിട്ടുക. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാറും, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, പക്ഷെ കോൺസ്റ്റന്റ് ഡയറക്ഷൻ ആയിരിക്കും ഡി സി ജനറേറ്റർ ഔട്ട്പുട്ട്. ഓക്കെ, ഇത് എ സി ഔട്ട്പുട്ട്. ഓക്കെ, ആക്ച്വലി ഡി സി ജനറേറ്ററിലും ആർമേച്ചറിൽ ഡയറക്ഷൻ മാറുന്ന കറണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ബ്രഷും നമ്മുടെ റിങ്ങും തമ്മിലുള്ള ഈ ഒരു കോണ്ടാക്ട് മാറി മാറി ഓരോ ഹാഫ് റൊട്ടേഷൻ മാറി മാറി വരുന്നതുകൊണ്ടാണ്, ചേഞ്ച് ചെയ്ത ഡയറക്ഷൻ വീണ്ടും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പഴയ ഡയറക്ഷനിൽ തന്നെ ആളെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, തിയറീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഞാൻ പറഞ്ഞ കൂടുതൽ തിയറീസ് ആണ്. ബാക്കി രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് phi is equal to BA cos theta, E is equal to N into d phi by dt. ഓക്കെ, അതായത് നമ്മുടെ ഫാരഡേസ് ലോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലോ ഈ പാർട്ടിൽ തിയറി ഭാഗത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും നന്നായിട്ട് NSMCക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ. നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് nsmc.examylearning.com എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി 200 രൂപ, വെറും 200 രൂപ അടിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറഞ്ഞ പൈസയാണ് ഇന്ത്യയിൽ. ഓക്കെ, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലായിടത്തും നമുക്ക് സെന്റേഴ്സ് ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും. ചില ഡിസ്ട്രിക്റ്റിൽ മൾട്ടിപ്പിൾ സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കൂടുന്നതിനനുസരിച്ചൊക്കെ സെന്റേഴ്സ് അലോക്കേറ്റ് ചെയ്യും. കൂടാതെ ബാംഗ്ലൂർ അതുപോലെ വേറെയും ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു അവസരം പാഴാക്കരുത്. ഓക്കെ, ഇതെല്ലാം കോമ്പറ്റീറ്റീവ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇതുപോലത്തെ എക്സാം എഴുതിയിട്ടാണ് നമ്മൾ ഭാവിയിൽ വലിയ എക്സാംസ് ഒക്കെ നീറ്റ് ജെഇ പോലുള്ള എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം, കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓൾ ദി ബെസ്റ്റ്.